നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഒരു ഡയമെൻഷൻസിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇനി നമ്മളിന്ന് നോക്കുന്നത് ഡയമെൻഷനിൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു ഡയമെൻഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയമെൻഷനിൽ ഇൻസ്പെക്ഷൻ പിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ഷൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ കിട്ടും. ഇതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിം ഐ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്താലും മതി. ഫുൾ ടൈപ്പ് ചെയ്യണമെന്നില്ല, ഡിം ഐ. ഓക്കെ, ഒരു ടൈപ്പ് തന്നെയെങ്കിലും നമുക്കിവിടെ ഇൻസ്പെക്ഷൻ ഡയമെൻഷൻ കിട്ടും. അതല്ലെങ്കിൽ ഡിം ഇൻസ്പെക്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെയും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഇതുപോലെ ഒരു ഡയമെൻഷൻ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡയമെൻഷനാണ് നമുക്ക് ഇൻസ്പെക്ഷൻ ഡയമെൻഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇതാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് സെലക്ട് ചെയ്തു. ഇതിനാണ് എനിക്ക് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. സോ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയാണോ ആ ഒരു ഇൻസ്പെക്ഷൻ ഡയമെൻഷൻ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് റൗണ്ട് ആയിരിക്കണോ, അതല്ലെങ്കിൽ നമുക്കൊരു ആംഗുലർ ആവണോ, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു ബോക്സ് ഒന്നും വേണ്ട, ഫ്രെയിം ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നൺ എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് വൺ ബൈ വണ്ണായിട്ട് നോക്കാം. ഞാനതിൽ റൗണ്ട് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഇൻസ്പെക്ഷൻ റേറ്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, 100% ആണോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ 100% എന്നല്ല, 90%, 95% എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ സെറ്റ് ചെയ്യാം. തന്നെ ഇവിടെ ഓക്കെ പറഞ്ഞു. കണ്ടോ, ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ഒബ്രോൺ പോലുള്ളൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ കൊടുത്ത ഡയമെൻഷൻ വന്നിട്ട് 100% ഇൻസ്പെക്ഷനാണ് വന്നിരിക്കുന്നത്. ഇൻസ്പെക്ഷൻ റേറ്റ് 100%. ഇനി വീണ്ടും നമ്മളിതുപോലെ തന്നെ ഡയമെൻഷനിൽ ഇൻസ്പെക്ഷൻ എടുത്തു. ദെൻ ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് വൺസ് നമ്മളിതിനെ പ്ലേസ് ചെയ്ത് നമുക്കിതിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിമൂവ് ഇൻസ്പെക്ഷൻ കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഓക്കെ പറഞ്ഞെങ്കിൽ അത് റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ വീണ്ടും പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഡയമെൻഷനിൽ ഇൻസ്പെക്ഷൻ എടുക്കുക. ദെൻ ഇതിനെ സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമുക്കിതിൻ്റെ ഷേപ്സ് മാറ്റണമെങ്കിൽ മാറ്റാം. ആംഗുലർ, നേരത്തെ നമ്മൾ റൗണ്ടാണ് നോക്കിയത്, അതിന് പറയുന്നത് ആംഗുലർ ആക്കണമെങ്കിൽ ആംഗുലർ ആക്കാം. ദെൻ ഓക്കെ പറയാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരാം. വീണ്ടും ഇനി ഇതിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ലേബൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടേണിംഗ് എന്ന് പറഞ്ഞൊരു ലേബലോ അങ്ങനെയാണെന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ സപ്പോസ് ടി എന്ന് കൊടുത്തു. അപ്പോൾ ലേബൽ അടക്കം വരും. അതിൻ്റെ ഇൻസ്പെക്ഷൻ റേറ്റ് വന്നു. ദെൻ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കൊടുത്തു. ദെൻ ഓക്കെ പറഞ്ഞു. കണ്ടോ, അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡയമെൻഷനിൽ ഇൻസ്പെക്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനതിൽ 2 ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. ലീനിയർ ഡയമെൻഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇവിടെ ഒരു പർട്ടിക്കുലർ സിമ്പിൾ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറയുക ജോഗ്ഡ് ലീനിയർ എന്നാണ് ഇതിനെ പറയുക, ഈ ഒരു സിമ്പിൾ നമുക്ക് ഇതുപോലെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഓൾറെഡി നമ്മൾ ഡയമെൻഷൻ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡയമെൻഷനിൽ നമുക്കിവിടെ ജോഗ്ഡ് ലീനിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഡിം ജോഗ് ലൈൻ എന്ന് നമ്മളതിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കീ ആയിട്ട്. ദെൻ നമ്മൾ ഈ ഒരു ഡയമെൻഷൻ ലൈൻ സെലക്ട് ചെയ്യുക. ഇനി വേണ്ടത് നമുക്ക് എവിടെയാണോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്രേക്ക് പോലുള്ളൊരു സിമ്പിൾ നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ജോഗ് ലൈൻ നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതവിടെ പ്ലേസ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡയമെൻഷനിൽ ഈ പറഞ്ഞ ജോഗ്ഡ് ലീനിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഇനി വൺസ് ഞാനിവിടെ ഒരു ജോഗ്ഡ് ലീനിയർ ആഡ് ചെയ്തിട്ടുണ്ട്, എനിക്കിത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കിതിൽ. അപ്പോൾ റിമൂവ് എടുത്തിട്ട് ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ മതി. അതായത് ഡയമെൻഷൻ എടുത്തു, നമ്മൾ ജോഗ്ഡ് ലീനിയർ എടുത്തതിന് ശേഷം റിമൂവ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ദെൻ ഏതിൽ നിന്നാണോ റിമൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ ഡാറ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയമെൻഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷനാണ്. ഡയമെൻഷനിൽ നമുക്കിവിടെ ടോളറൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ജോമെട്രിക് ടോളറൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഡയമെൻഷൻസ് എല്ലാം തന്നെ കൂടുതൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി അവർ മെക്കാനിക്കലാർ പഠിക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ജോമെട്രിക്കൽ ടോളറൻസ് സിമ്പിൾസ് എല്ലാം അവർ പഠിക്കുന്നുണ്ട്. അതിൽ കുറേ ടൈപ്സിൽ വരുന്നുണ്ട്. കോൺസ്റ്റൻസിറ്റി, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സിമെട്രിസിറ്റി, പാരലാരിറ്റി, പെർപെൻഡിക്കുലാരിറ്റി, ആംഗുലാരിറ്റി, ടോട്ടൽ റൺഔട്ട്, അങ്ങനെ കുറേ ടൈപ്പ് എന്താ പറയുക ജോമെട്രിക്കൽ സിമ്പിൾസ് ഓൾറെഡി അവർ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നോക്കുന്ന ആൾക്കാർ അത് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ എന്താ പറയുക ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളതിൻ്റെ എന്താ പറയുക അത് സെലക്ട് ചെയ്യുക, സിമ്പിൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഈവൺ ഞാനിപ്പോൾ ഒരു കോൺസ്റ്റൻസിറ്റിയാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഹോൾ ഷാഫ്റ്റ്
അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ദാറ്റ് മീൻസ് അത് കോൺസെൻട്രിക് ആയിട്ട് വരുന്നത്. അപ്പോൾ കോൺസെൻട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ജോമെട്രിക്കൽ ടോളറൻസ് ആണ് നമ്മളതിൽ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് പാരലായിട്ടുള്ള രണ്ട് പ്ലേറ്റ്സ് നമ്മൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് വേണമെങ്കിൽ പാരലൽ പെർപെൻഡിക്കുലർ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഒരു ജോമെട്രിക്കൽ സിമ്പിൾ നിങ്ങൾ അവിടെ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ എന്താ പറയുക, ഒരു റേഡിയൽ ഡയമെൻഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻ ടൈംസ് ഓഫ് ഡയമീറ്ററിലായിരിക്കും പറയുക. അതേസമയം ഒരു ലീനിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡയമീറ്റർ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിലേതാ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡയമീറ്റർ ചൂസ് ചെയ്തു. എത്രയാണ് നമ്മുടെ അതിൻ്റെ ഒരു ടോളറൻസ്? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങളൊന്നും ഞാനതിൽ പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലിമിറ്റ്സ് ഫിറ്റ്സ് ടോളറൻസ് എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിവേ ഞാൻ ഇതിൻ്റെ ടോളറൻസ് വാല്യൂ ഇപ്പോൾ എനിക്ക് വേണ്ടത് 0.05 ആണെങ്കിൽ ഞാൻ 0.05 എന്ന് കൊടുത്തു. അത് എപ്പോഴാണ് ആ ഒരു വാല്യൂ നമുക്ക് വരുന്നത്? അത് നമുക്കിവിടെ ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. മെറ്റൽ കണ്ടീഷൻ മാക്സിമം ആയിരിക്കണം, ലീസ്റ്റ്, അതല്ലെങ്കിൽ റിഗാർഡ്ലെസ്, ഇങ്ങനെ ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേത് കണ്ടീഷനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മളവിടെ ചൂസ് ചെയ്യുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ടോളറൻസ് 2 ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത ടോളറൻസ് 2 ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതിൻ്റെ ഡാറ്റംസ്, ഓക്കെ, നമുക്ക് എവിടെയാണ് എക്സാക്റ്റ് ആ ഒരു ഡാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ABCD നമ്പേഴ്സ് വെച്ചിട്ട് ക്യാപ്സ് വെച്ചിട്ടായിരിക്കും നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്കിവിടെ പ്രൊജക്റ്റഡ് ടോളറൻസ് സോൺ ആയിട്ട് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സിമ്പിളായിട്ടായിരിക്കും നമുക്ക് വരാം. പ്രൊജക്റ്റഡ് ടോളറൻസ് സോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റഡ് ടോളറൻസ് സോൺ സിമ്പിൾ നമുക്കതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഡാറ്റം ഐഡൻറ്റിഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റം ഐഡൻറ്റിഫയർ കൊടുക്കാം. അതിൻ്റെ ഹൈറ്റും നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്കത് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതിലിപ്പോൾ റീഡ് ചെയ്യാൻ പറ്റുമല്ലോ, കോൺസ്റ്റൻസിറ്റി ആണ് അതിൻ്റെ ടോളറൻസ് വാല്യൂ, അത് മെറ്റീരിയൽ കണ്ടീഷൻ മാക്സിമം, ദെൻ ഡാറ്റം, ദെൻ പ്രൊജക്റ്റഡ് ടോളറൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ടോളറൻസ് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമെൻഷനിൽ ടോളറൻസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. ഒരു വിൻഡോ നമുക്കതിൽ കിട്ടും. ഓക്കെ, ലീനിയർ ഡയമെൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്താ പറയുക കറക്റ്റായിട്ട് അത് കിട്ടില്ല. ഉണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഡയമെൻഷനിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കേസിൽ അലൈൻഡ് ഡയമെൻഷനാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ അലൈൻ ഡയമെൻഷൻ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ഡയമെൻഷൻ പ്ലേസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയമെൻഷൻ നമ്മുടെ പിക്ക് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ ഇതിൽ നമുക്കൊരു ടോളറൻസ് വാല്യൂ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ ഞാൻ ജസ്റ്റ് ഈ ഒരു ടോളറൻസ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു 50 ആണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, ഇത് ഈ ഒരു ഫേസിലായിട്ടല്ല, ഈ ഒരു പ്ലെയിനിലല്ല വന്നിരിക്കുന്നത് അല്ലേ, ഒരു കുറച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഞാൻ ലീനിയർ അല്ല അലൈൻ ഡയമെൻഷനാണ് യൂസ് ചെയ്തതല്ല കറക്റ്റായിട്ട് നമുക്കത് കിട്ടുള്ളൂ. ഞാൻ വീണ്ടും അലൈൻ ഡയമെൻഷൻ എടുത്തു. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഈ 2 പോയിൻറ്റ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഞാനൊരു അലൈൻ ഡയമെൻഷൻ ഇവിടെ ചെയ്തു. ഇനി വീണ്ടും അലൈൻ ഡയമെൻഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഇതും കൂടി ഞാനൊന്ന് ഡയമെൻഷൻ ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പോൾ ഇത്രയും ഡയമെൻഷൻസ് ഞാനിവിടെ ചെയ്തു. മെയിൻലി ഇത് എന്താ പറയുക, ഒരു ക്യൂബ് ആയതുകൊണ്ട് എല്ലാം 50-50 ആണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ പ്ലെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഡയമെൻഷനാണ്. ഡയമെൻഷനിൽ നമുക്കിവിടെ ഒബ്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഒബ്ലിക്ക് ഡയമെൻഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ഡയമെൻഷൻസ് നമുക്ക് ഏതിനേക്കാൾ ചേഞ്ച് ചെയ്യേണ്ട എല്ലാ ഡയമെൻഷൻസ് അങ്ങ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും എന്താ പറയുക, ഒരു 3Dയിൽ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി നമ്മളൊരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും അല്ലേ, എക്സിൽ നിന്ന് 2 ഡയറക്ഷനിലും 30. ദാറ്റ് മീൻസ് ഇൻക്ലൂഡ് ആംഗിൾ നമുക്ക് വരുന്നത് 120ലാണ് നമ്മൾ ശരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ 30 എന്നുള്ളൊരു ആംഗിൾ നിങ്ങൾ കൊടുക്കുക. അതായത് എൻ്റർ ഒബ്ലിക്ക് ആംഗിൾ എന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾ 30 എൻ്റർ ചെയ്യാം. അപ്പോൾ അത് കുറേ ഡയമെൻഷൻസ് ഇതുപോലെ കറക്റ്റായിട്ടുണ്ടായിരിക്കും. ദെൻ കണ്ടോ, ഇതിലിപ്പോൾ ഒരെണ്ണം ഇവിടെ കറക്റ്റായിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഡയമെൻഷൻ എടുത്തതിന് ശേഷം ഒബ്ലിക്ക് സെലക്ട് ചെയ്തിട്ട് ദെൻ ആ റിമൈനിങ് ഡയമെൻഷൻ കറക്റ്റ് ആവാത്ത ഡയമെൻഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തത് 30 ആയിരുന്നു. അപ്പോൾ ഇനി കൊടുക്കേണ്ടത് -30 കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, 30 കൊടുക്കുക. അപ്പോൾ അതിൽ ചേഞ്ച് ആവാത്ത മാത്രം പിന്നീട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം, -30 കൊടുക്കണം. അപ്പോൾ ഇതാണ് അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷനാണ്. ഡയമെൻഷനിൽ നമുക്കിവിടെ ഒബ്ലിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഐസോമെട്രിക് സ്നാപ്പ് വഴിയായിട്ട് നമ്മളൊരു മോഡൽ നമ്മൾ ചെയ്തു, ഒരു ഡ്രോയിങ് നമ്മൾ ചെയ്തു. ദെൻ അതിന് നമ്മൾ ഡയമെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഡയമെൻഷനിൽ നമ്മൾ അലൈൻ ഡയമെൻഷൻ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഡയമെൻഷനിൽ ഒബ്ലിക്ക് എടുത്തിട്ട് എല്ലാം സെലക്ട് ചെയ്തു, ആംഗിൾ 30 കൊടുത്തു. ദെൻ ചേഞ്ച് ആവാത്തുണ്ടെങ്കിൽ അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും -30 കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഈ ഡയമെൻഷൻസ് എല്ലാം തന്നെ ഈ ഒരു ക്ലാസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇനിയും ആരെങ്കിലും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.